ആൻഡ് എല്ലാവരുടെയും പെർഫോമൻസസ്, അത് ഡാൻസ് ആയിക്കോട്ടെ, സ്കിറ്റുകളായിക്കോട്ടെ, പാട്ടുകളായിക്കോട്ടെ, എല്ലാം ഗംഭീരമായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ബെസ്റ്റ് വിഷസ് ടു ഓൾ ഓഫ് യു. And congratulations and best wishes for your marriage. God bless. You also. Yeah. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഇനിയും വരണം നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ, അന്ന് ഫാമിലി ആയിട്ട് ഇനിയും വരണം. പൂർണിമ ചേച്ചിയും മക്കളെയും ഒക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ആൻഡ് മല്ലികാമ്മേ, നമ്മൾ തമ്മിൽ ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല, എന്നാലും എന്താ പറയാനുള്ളത്? അല്ല, ഞാൻ വാസ്തവത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കുടുംബം പോലെയാണ്. അല്ല, എൻ്റെ പേര് തന്നെ മല്ലികപ്പൂ എന്നല്ലേ? അതാണ്. അപ്പം അതുകൊണ്ടല്ലേ എനിക്ക് വാസ്തവത്തിൽ ഭയങ്കര അത്ഭുതം തോന്നിയത്, എൻ്റെ മോൻ ഇവിടെ ഇത്ര നേരം ഇരുന്നല്ലോ എന്നുള്ളത്. സാധാരണ എവിടെങ്കിലുമൊക്കെ ഒരു പരിപാടി ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ പതുക്കെ. അപ്പം ഞാൻ വിചാരിച്ചു അത്ര കാര്യമായിട്ട് നിങ്ങൾ ക്ഷണിച്ച് കാണും ഇവിടെ വന്ന്. അതെ, അതിന്റെ എന്റർടൈൻമെന്റ് അല്ല ശരി, അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ചിരിച്ചു. പിന്നെ അവസാനത്തെ നിങ്ങളുടെ ഈ പരിപാടി ഉണ്ടല്ലോ, ഈ കേട്ട് പറയുന്നത്, അയ്യോ എനിക്ക് ചിരിച്ചിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ട് എനിക്ക് തുടയ്ക്കാനും വയ്യ, സംസാരിക്കാനും വയ്യ, വല്ലാത്തൊരു സംഭവമായിപ്പോയത്. പിന്നെ ഇവരൊക്കെ കൊള്ളാം, ജഗജ്ജാല കില്ലാടികളാണ് എല്ലാവരും, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നല്ല ഒരു സമയം പോയത് അറിഞ്ഞില്ല. വധൂവരന്മാർക്കെന്നാണ് പറയേണ്ടത്, എന്നാൽ ഇപ്പൊ തൽക്കാലം 2 വധുക്കൾ ഇവിടെ നിൽക്കും. എല്ലാ ഈശ്വരാനുഗ്രഹവും ഉണ്ടാവട്ടെ മോളെ. അദ്ദേഹത്തിനെ ഞാൻ അറിയാം, ഞങ്ങളൊന്നിച്ചൊരു ഇവിടെയൊക്കെ എന്നാ വധിക്കലാന്നറിയോ ഞങ്ങളെ. ഏതായാലും വലിയ സന്തോഷം. ഞങ്ങൾക്കൊക്കെ ഇതുപോലൊക്കെ വന്ന് കുറച്ചു നേരം ചിരിക്കുക, അല്ലെങ്കിൽ ഒരു സമയം പോകാനായിട്ട് ഇങ്ങനെ ഒരു വിനോദ ഉപാധി എന്നൊക്കെ പറയാറില്ലേ, വലിയ സന്തോഷമുള്ള കാര്യമാണ് അത്. പ്രത്യേകിച്ച് മോനും കൂടെ ഉണ്ട്. എനിക്ക് വാസ്തവത്തിൽ ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞു എന്തരാണ് എന്നുള്ളത്, പക്ഷെ വരുന്ന വഴിയിൽ പറഞ്ഞില്ല. ഒരു സർപ്രൈസ് ഉണ്ട് ചേച്ചിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്താ വേണമെന്തോ വല്ല ജോലിയോ മറ്റോ തരുമായിരിക്കും ഫ്ലവേഴ്സിൽ. സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അനുവിനെ ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടു ഇങ്ങനെ കാണിക്കുമെന്നൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും മല്ലികമ്മോട് പറയാനുള്ളത്, അടുത്തവണ ഇളയ മോനെയും കൊണ്ടുവരണം. അതെ ഞാൻ അത് ശ്രമിക്കാതെ, കാരണം ഈ പറഞ്ഞിട്ടുണ്ട് ഇളയ മോൻ ഇവിടെ ഒന്നും ഇല്ല. പോവുകയാണ് അമേരിക്കയിൽ നിന്ന്, ഒന്ന് ഇപ്പം അടുത്ത ഗുജറാത്തിൽ പോകുന്നു, ബോംബെ പോകുന്നു, എമ്പുരാനുമായിട്ട് നടക്കുകയാണ് ഇപ്പം 2 പേരും കുറച്ച് ദിവസങ്ങളായിട്ട്.